ഈശോയുടെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പതിഞ്ഞ പുണ്യ നടകൾ. മരണത്തിന്മേൽ ജയം നേടാൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട നമ്മുടെ കർത്താവ് നിന്ദനങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും നിന്ദനമേറ്റും രക്തം ചിന്തിയും നടന്നു കയറിയ സഹനത്തിന്റെ പടികൾ. സ്കാല സാന്ത, വിശുദ്ധ പടവുകൾ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈശോയുടെ വിചാരണാ സമയത്ത് അവിടുന്ന് ചവിട്ടിക്കയറിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലെ മാർബിൾ പടവുകളുടെ തിരുശേഷിപ്പുകൾ ഉൾപ്പെടുത്തി തടികൊണ്ട് പാകിയ പടവുകളാണ് ഇവ. രക്ഷാകര ചരിത്രത്തിന്റെ പുണ്യസ്മരണകൾ ഉണർത്തുന്ന ഈ പടികൾ പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്ത് ക്രൈസ്തവരുടെ വികാരമാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിർമ്മിച്ച റോമിലെ ആദ്യത്തെ ദേവാലയമായ സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയ്ക്ക് സമീപത്ത് തന്നെയാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാരുടെ വാസസ്ഥലമായിരുന്ന സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ മാർപ്പാപ്പമാരുടെ സ്വകാര്യ ചാപ്പലിന് മുന്നിലായാണ് ഇവ ഒരുക്കിയത്. ഇപ്പോഴും ഈ പടവുകൾ കയറി ചെല്ലുന്നത് മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്ന ചാപ്പലിലേക്ക് തന്നെയാണ്. ഇവ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി AD 335 ജെറുസലേമിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ചരിത്രം പറയുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിക്സ്റ്റസ് 5-ാമൻ പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിലെ സ്കാല സാന്ത സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് യേശുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരാൻ 28 പടികളുള്ള സ്കാല സാന്ത മുട്ടിന്മേൽ ഇഴഞ്ഞ് കയറാറുള്ളത്. പിയൂസ് 9-ാമൻ പാപ്പയും 1870-ൽ ഈ പടികൾ മുട്ടിന്മേൽ ഇഴഞ്ഞ് കയറിയിരുന്നു. വിശുദ്ധ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചതിനു ശേഷം ഈ പടികൾ യേശുവിന്റെ സഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് മുട്ടിന്മേൽ ഇഴഞ്ഞ് കയറുന്നവർക്ക് 1908-ൽ പിയൂസ് 10-ാമൻ പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന ഈ വിശുദ്ധ പടവുകൾ ക്രൈസ്തവർക്ക് രക്ഷാകര ചരിത്രത്തിന്റെ ജീവൻ തുടിക്കുന്ന ഒരു തിരുശേഷിപ്പ് കൂടിയാണ്.